സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പല്ല, ഇത് നടന്ന സംഭവമാണ്. ചിലപ്പോഴും നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ സംഭവത്തെ പറ്റി നല്ല രീതിയിൽ അറിയാൻ പറ്റും. അതായത് ഞാനിന്ന് പറയാൻ പോകുന്നത് സുരാജ് വെഞ്ഞാറമൂടിനെ പറ്റിയാണ്. സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ആ സ്വതന്ത്രമായ ഒരു കഴിവ് കൊണ്ട് കയറി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സിനിമയിൽ തരക്കേടില്ലാത്ത ചാൻസൊക്കെ കിട്ടി. സുരാജ് കുമാർ ഇല്ലാത്ത സിനിമ മലയാളത്തിലില്ല അക്കാലത്ത് എന്ന് തന്നെ വേണം പറയാൻ. എല്ലാ സിനിമയിലും പുട്ടിന് തേങ്ങയിടുന്നത് പോലെ നായകൻ്റെ കൂട്ടുകാരനായിട്ടോ ഇല്ലെങ്കിൽ പിന്നെ മറ്റേ ചട്ടമ്പിയായിട്ടോ എന്തൊക്കെയായാലും ഈ അരിഷ്ടം ദാമുമായിട്ടോ ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളുടെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന നടൻ ജൈത്രയാത്ര തുടങ്ങുകയാണ്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് കൈ നിറയെ സിനിമകൾ, വളരെയധികം സന്തോഷം. കാരണം ഉത്സവപ്പറമ്പിൽ നിന്നും വണ്ടിക്കൂലിയില്ലാതെ തിരുവനന്തപുരം വെഞ്ഞാറമൂടിലേക്ക് നടന്നുപോയ ടീമാണ്. അങ്ങനെയുള്ള സുരാജ് വെഞ്ഞാറമൂടിന് കൈനിറിയ സിനിമകളും ഇഷ്ടംപോലെ പൈസയും വരാൻ തുടങ്ങിയപ്പോഴാണ് പറവൂരിലെ ഒരു കേസ് വന്നു പെടുന്നത്. അതായത് പറവൂരിലൊരു കേസിൽ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെന്താ പറയുക ബിസിനസ്സുകാരുണ്ട്, ഡോക്ടർമാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി പത്രങ്ങളിൽ ഇങ്ങനെ വരികയാണ്. ഒരുപാട് മഞ്ഞ പത്രങ്ങളിൽ ഈ സുരാജിൻ്റെ പേര് വെക്കാതെ, അതായത് ഇപ്പോൾ പ്രസിദ്ധനായ ഹാസ്യ നടൻ എന്നുള്ള തരത്തിൽ, അതായത് ജനങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, എന്നാൽ സുരാജ് ആണെന്ന് പറയാൻ ഇവർക്ക് തെളിവുമില്ല. അങ്ങനെ അതായത് നമുക്കെല്ലാവർക്കും ആ പത്രം വായിക്കുമ്പോൾ ഇയാൾ വിട്ടോടാ, ഇത് നമ്മൾ വളർന്നു വരുന്ന ഹാസ്യ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് അല്ലേ എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ എല്ലായിടത്തും സംസാരിക്കും, എവിടെയും പേര് വെക്കാതെ. അങ്ങനെ എന്തൊക്കെയായാലും സുരാജും കുടുംബവും അതുപോലെ തന്നെ സുരാജിനെ സ്നേഹിക്കുന്നവരും ഒക്കെ മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ ഒരു സമയത്തെ അദ്ദേഹത്തിന് ഏറ്റവും ശക്തിയായിട്ട് പിന്തുണ നൽകിയത് ഏതൊരു അഭിമുഖത്തിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളും തന്നെയാണെന്ന്. അതായത് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു തങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്യില്ല, പോകില്ല എന്നുള്ളത്. അതായത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു കരിനിഴൽ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ആ ഒരു ദിനങ്ങളെ. അവസാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പോയി ചോദിക്കുകയാണ്, സാറേ ഇതുപോലെയുള്ള ചില മഞ്ഞപ്പത്രങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്, എന്തെങ്കിലും സത്യമുണ്ടോ? ആൾക്കാരൊക്കെ എന്നോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു എന്ന് വളരെ സങ്കടത്തോട് കൂടിയിട്ട് സുരാജ് പോയി അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുരാജ് താങ്കൾ എന്തിനാണ് പേടിക്കുന്നത്? താങ്കളുടെ പേരൊന്നുമില്ല അതിൽ. അതുമാത്രവുമല്ല, താങ്കളുടെ കൂടെ നിന്ന് ആ പെൺകുട്ടി ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു ബന്ധവും താങ്കളുമായിട്ടില്ല അവർക്ക്. അപ്പോൾ ഏത് സാറേ ആ ഫോട്ടോ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഫോട്ടോ കാണിച്ചു. അപ്പോൾ സുരാജ് പറഞ്ഞു, എനിക്കറിയില്ല സാർ ഈ പെൺകുട്ടി ഏതാണെന്ന് എനിക്കറിയില്ല, ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. അതായത് പിന്നെ അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ നോക്കിയപ്പോൾ ഇത് പ്രമാണി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അപ്പോൾ മനസ്സിലായി പറവൂരിൽ ഷൂട്ട് ചെയ്ത് പ്രമാണി എന്ന് പറയുന്ന ഷൂട്ടിംഗ് ഈ ലൊക്കേഷൻ, സിനിമയുടെ ലൊക്കേഷൻ, അവിടെ പിന്നെ ഉള്ള ഒരു ഫോട്ടോയാണത് മനസ്സിലായി. ഏതായാലും സുരാജ് തിരിച്ചു വന്നെങ്കിലും സുരാജിനെ ആർക്കും വിശ്വാസമില്ല. ചില കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, എടേ നീ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറയുന്നത് കേട്ടല്ലോ, എടേ നീ എന്തിനാണ് നിന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാണോ? ഇന്നൊക്കെയുള്ള കോളുകൾ വരാൻ തുടങ്ങി. മാനസികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ. കാരണം നമുക്കറിയാലോ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പിന്നെ എന്നാൽ കുടുംബത്തിൻ്റെ വരെ അടിത്തറ വരെ തോണ്ടിപ്പോകും. കാരണം ഒരാളും വിശ്വസിക്കത്തില്ല. അതാണ് ഈ കേസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊരു നാറ്റ കേസാണ്. ഈ പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ നാറ്റ കേസാണ്. എത്ര ഉയരത്തിലെത്തിയ ഒരു വ്യക്തിയെയും വലിച്ച് താഴെയിടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു കേസ് മാത്രമാണ്. അങ്ങനെ സുരാജിൻ്റെ ജീവിതവും ഏകദേശം പോകും. സുരാജ് ആകെ മാനസികപരമായി തകർന്നു. വീട്ടുകാരാണെങ്കിൽ അതിനപ്പുറത്ത്. അതുമാത്രവുമല്ല, ഒരുപാട് സിനിമകൾ വരുന്ന സമയമാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജഗതി ശ്രീകുമാറിന് സംഭവിച്ചതുപോലെ ആയിപ്പോകും. കാരണം ജനങ്ങൾ വെറുത്താൽ പിന്നെ ആ സിനിമയിൽ പിന്നെ എന്താ പറയണ്ടേ ചാൻസ് കിട്ടൂല. അതുപോലെ കൂടെ അഭിനയിക്കുന്നവർ അഭിനയിക്കാൻ തയ്യാറാവില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് സുരാജിനെ 2-3 പേര് കോൾ ചെയ്യുകയാണ്.
അതായത് നിരന്തരമായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇതിലുണ്ട്, ഈ പ്രതിപട്ടികയിലുണ്ട്, ഞങ്ങൾക്ക് ഉന്നതരുമായിട്ടുള്ള ബന്ധമുണ്ട്, അപ്പം നിങ്ങളുടെ പേര് ഞങ്ങൾ ഒഴിവാക്കി തരാം, അതായത് നിങ്ങളുടെ പേര് ഞങ്ങൾ പറയാതിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം. 1 ലക്ഷം രൂപയാണ് അന്നത്തെ കാലത്ത് അവർ ചോദിച്ചത്. ഏകദേശം 2013-14 കാലഘട്ടത്തിലാണ് 1 ലക്ഷം രൂപ അവർ ചോദിച്ചു. സുരാജ് വെഞ്ഞാറമൂട് പോലീസിനെ ഇൻഫോം ചെയ്തു. അങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്തപ്പോൾ പോലീസുകാർ പറഞ്ഞു കൊടുക്കാമെന്ന് പറയും, അവരെ എന്നിട്ട് വിളിച്ചു വരുത്തു എന്ന് പറയുന്നു. അങ്ങനെ ലൊക്കേഷനിലേക്ക് സുരാജ് വെഞ്ഞാറമൂട് ലൊക്കേഷനിലുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും തയ്യാറായി നിന്നു, പൈസ റെഡിയാക്കി വെച്ചു. ഇവരോട് പറഞ്ഞു നിങ്ങൾ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞ് പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ 4 പേര് വന്ന് പൈസ വാങ്ങിക്കുമ്പോൾ മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ പിടിച്ച് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊരു സംഭവമേ അറിയില്ല. അതായത് ഇങ്ങനെയൊരു ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോ പെൺകുട്ടിയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ യാതൊരുവിധ ബന്ധവും ഈ ടീമിനില്ല. ഈ ടീം എന്ത് ചെയ്യുന്നത്, സുരാജിൻ്റെ പേരിങ്ങനെ പത്രങ്ങളിൽ ഇങ്ങനെ പേരില്ലാതെ അങ്ങനെ കൊടുത്തു വിടുകയാണ്. അതായത് സുരാജ് ഉണ്ട് എന്നുള്ള തരത്തിൽ ഇങ്ങനെ അടിച്ചു വിടുകയാണ്. എന്നാൽ പേര് വെക്കുകയും ചെയ്യില്ല. പേര് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസിന് പോകാം, അതായത് ഇല്ലാത്ത കഥ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേസിന് പോകാം. പേര് വെക്കാതെയാണ് ഇവരിങ്ങനെ ഇവരുടെ പത്രം ചിലവാവുകയും ചെയ്യും, അപ്പോൾ ഈ പൈസ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള തരത്തിൽ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ആ 4 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് അറസ്റ്റ് ചെയ്തു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആ ഒരു നിരപരാധിത്വം ഇവിടെ തെളിയിച്ചു. അതൊരുപാട് ചർച്ചയായി, ഒരുപാട് വിഷയങ്ങളായി അത്. പിന്നെ കാരണം ഒരു പക്ഷേ സുരാജ് വെഞ്ഞാറമൂടിനെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ആ ഒരു 4 പ്രതികളെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക, എല്ലാവരും സംശയത്തോടു കൂടി നോക്കും. ഇത് പേരൊന്നും വരണ്ട, വെറുതെ ഒരു ഊഹാപോഹം മതി. ഈ പെണ്ണ് കേസ് അങ്ങനെയാണ്, ഒരു ഊഹാപോഹം മതി, ഇതാ അവൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മതി. ആ സിനിമയിൽ അങ്ങനെയാണ്. പിന്നെ ഇവൻ്റെ മുഖത്ത് നോക്കാതെ ഇവനിങ്ങനെ നോക്കിയിട്ടും ആൾക്കാർ കുശിക്കാൻ തുടങ്ങും. ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളിങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ മറ്റവൻ കേട്ടോ അറിയില്ലേ, ഹായ് സുരാജ് എന്തൊക്കെയുണ്ട്, മറ്റവൻ കേട്ടോ ഇപ്പം കേസിലാ, ഇങ്ങനെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കേസും ഒരു ഇതുമില്ല. ഈ മഞ്ഞപ്പത്രത്തിൽ വന്ന ഒരു വാർത്ത കൊണ്ട് മാത്രം ഇതിന് വേട്ടയാടപ്പെടുന്ന ഇല്ലെങ്കിൽ ക്രൂശിക്കുന്ന ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഏതായാലും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഭാവി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾ വിശ്വസിക്കൂല. അത്രത്തോളം വിഷമത്തിലാവുമായിരുന്നു. അവരുടെ പ്രാർത്ഥന തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നത് ആ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബാംഗങ്ങളുടെയും പിന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും ഇതൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും സുരാജ് എന്ന് പറയുന്ന ഒരു നടന് ഒരു തലക്കനവും ഇല്ലാതെ സാധാരണക്കാരോട് കൂടി നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ്. അതുപോലെ വെഞ്ഞാറമൂട്ടിലെ സകല പരിപാടിക്കും ഇദ്ദേഹം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതായാലും സുരാജ് വെഞ്ഞാറമൂടിന് എല്ലാവിധ ആശംസകളും. എന്തു വന്നു കഴിഞ്ഞാലും നേരിടാനുള്ള ശക്തി ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഇത് തന്നെയാണ്. നന്ദി, നമസ്കാരം.